ബാബുചേട്ടന്റെ ഫൈറ്റ് കാണുന്ന സമയത്തല്ലേ ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സൗണ്ട് ഉണ്ട്. അത് ആക്ച്വലി മാർഷൽ ആർട്സിനകത്ത് കിയായ് എന്ന് പറഞ്ഞ സാധനം. കിയ. അപ്പൊ അതാണ് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തുള്ളത്. നമ്മൾ ഇവിടെ ഇങ്ങനെ കല്ല് പോലെയാണ്. അപ്പോൾ ഒരു ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ് സേഫ് ആവാൻ. ഞങ്ങൾ ഗാന്ധാരി സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ച് ഒരു മതിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, താഴെ വീണുകൊണ്ട് ഈ ഒരു ശബ്ദത്തോട് കൂടിയാണ് ഞങ്ങളാകെ പിന്നെ ത്രോട്ട് ഇത് ജയിക്കില്ല. പെട്ടെന്ന് ഈ ഒരു ഒച്ചയൊക്കെ വെച്ച് ബാബുചേട്ടൻ വരുന്നല്ലേ. എല്ലാവരെയും ഉണർത്തി. പിന്നെ മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തിയ ചന്ത അന്ന് ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല, അടി നടക്കണോ. ഗ്ലാസ് പൊട്ടിക്കുക. പെരിന്തമണ്ണ KC തിയേറ്ററിൽ പടം റിലീസ് ചെയ്തത് വലിയൊരു തിയേറ്ററാണ്. 7 ഷോയ്ക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടാത്ത ഒരു ഗ്രൂപ്പ് ചെന്നിട്ട് അതിന്റെ ഗ്ലാസ് എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഓണറൊക്കെ കയറി അടിച്ചു, സൈക്കിൾ ചെയിനൊക്കെ കഴുത്തിച്ചിട്ട്. പൂണ്ടം ബ്രദേഴ്സിനെ കുറിച്ച് സുരേഷ് ബാബുവിന്റെ പടം പെട്ടി വരാൻ കുറച്ച് താമസിച്ചു. അപ്പം ആ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറം വരെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ പെട്ടി വരുന്നത്. ഈ ഓട്ടോറിക്ഷക്കാർക്ക് അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ആരാണ്ട് പറഞ്ഞാൽ അത് പൂണ്ടം ബ്രദേഴ്സിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ആൾക്കാർ ആ പെട്ടി എടുത്തിട്ട് ഓരോരുത്തരുടെ തോള് വഴി തിയേറ്ററിൽ എത്തിച്ചു. അന്നൊക്കെ ഉണ്ടായ ഒരു ഓളം പിന്നെയാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മൾ അറിയുന്നത് വെച്ചാൽ ജാട നിന്നതന്നെ. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, നമ്മൾ അറിയുന്നില്ല. അശോകൻ ചേട്ടനും ശോഭന ചേച്ചിയുടെ ഒരു സീന്, ബസ്സിൽ ശോഭന ചേച്ചി ഇരിക്കുന്ന അശോകൻ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നു. അതിന് പല പാട്ടുകളിട്ടാണ് ഓരോ ദിവസവും ഒരുപാട് പാട്ടുകൾ മാറി ഇടുന്നുണ്ടായിരുന്നു. സത്യത്തിൽ പാട്ടുകളുടെ സിനിമയാണത്. ആ ഒരു പ്രണയം ആ ഫീലോട് കൂടി നോക്കിയതായിരുന്നു. തീർച്ചയായിട്ടും പ്രകടനത്തിൽ നോക്കിയതാണ്. പിന്നെ ഇന്നും ഞാൻ അങ്ങനെ നോക്കും. ഇപ്പോഴും ഞാൻ പൊറോട്ടല്ല കേട്ടോ പെരുവഴി അമ്പലത്തിൽ ദേശീയ അവാർഡ് ജസ്റ്റ് മിസ്സിന്. അതെ മിസ്സായി. അതെ, പ്രായത്തിന്റെ പേരില്ല. അത് ബാലമുടനല്ല, യുവാവല്ല, അങ്ങനെ ഒരു ഏജിൽ വന്നുകൊണ്ട് 18 വയസ്സ് കഴിയണമല്ലോ മെച്ചൂർഡ് ആവണമെങ്കിൽ. അപ്പൊ അങ്ങനെ മിസ്സായതാണ്. എനിക്ക് പിന്നെ ഈ ടെൻഷനില്ല. ഒരു പഞ്ചായത്ത് അവാർഡ് പോലും നമുക്കാരും തന്നിട്ടില്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു മധുരമുള്ള സിനിമ നമ്മളിലേക്ക് വരികയാണ്. അതെ, കേക്ക് സ്റ്റോറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് അരുൺ, അശോകേട്ടൻ, ഡയറക്ടർ സുനിൽ സർ, ബാബുചേട്ടൻ ആൻഡ് വേദ. വെൽക്കം. ഈ ഒരു സിനിമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്നറിയോ? പറയട്ടെ. വൈശാലി എന്ന സിനിമയ്ക്ക് ശേഷവും കാസർഗോഡ് കാതർബായ്ക്കും ശേഷം ഏകദേശം 36 വർഷങ്ങൾക്ക് ശേഷം ബാബുചേട്ടനും അശോകൻ ചേട്ടനും ഒരുമിച്ച് വരുന്നൊരു സിനിമയാണ് കേക്ക് സ്റ്റോറി. അതിനൊരു കാരണമുണ്ട്. കാരണം ഏതെങ്കിലും പടം അശോകൻ ഒന്നുണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒഴിവാക്കും. അതുപോലെ അശോകൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഒഴിവാക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ല, അതെന്താന്ന് ചോദിച്ചാൽ അവസാനം ഒന്നിച്ചത് ഈ കേക്ക് എന്ന് പറഞ്ഞ സാധനം കൊതിപ്പിച്ചോണ്ടാണ്. കേക്ക് ഒന്നിച്ചു. കേക്ക് കാണിക്കേണ്ടി വന്നല്ലേ. അതാണ് കേക്ക് സ്റ്റോറിക്കകത്ത് മധുരമുണ്ട്, പ്രണയവും അതാ രണ്ടുപേരും കൂടി വന്ന്. അതായത് ശരിക്കും പറഞ്ഞ സംഭവം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വർഷത്തിന്റെ ഇടവേള ഞങ്ങൾക്ക് അത്ര ഫീലൊന്നും ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മെസ്സേജ് അയക്കും, സംസാരിക്കും. അതുകൊണ്ട് പക്ഷെ ഇത്രയും ഈ വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായെന്ന് നമുക്കത് ഫീൽ ചെയ്തില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇല്ല. അതുപോലെ സുനിലുമായിട്ടാണേലും അങ്ങനെ ഒരു വർഷങ്ങളെ ചന്ത കഴിഞ്ഞിട്ട് പിന്നെ തത്വമസി ഞാൻ പരശുരാമനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്റർവ്യൂസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്നത്തെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് നിന്നിരുന്നത് ഇവര് 3 പേരുമാണ്. നിങ്ങൾ കുറച്ച് സൈലന്റ് ആയിരുന്നു, എന്നാലും ഈ ഒരു ഇത്രയും ഇന്റർവ്യൂസ് നോക്കിയപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടും പല കൗണ്ടേഴ്സ് ഒക്കെ പറയുന്നത് നിങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് സ്റ്റിൽ ഈ ഒരു ജെൻസീസിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത്? അതെ, പ്രായം മനസ്സുകൊണ്ടാണ്. ശരീരം കൊണ്ടുള്ള പ്രായമല്ല, മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പമായി കഴിഞ്ഞാൽ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഞങ്ങൾക്ക് പ്രായമായിട്ടില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആര് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. ബാബുചേട്ടാ 90s സമയത്തൊക്കെ അല്ലേ 90s ആൾക്കാരൊക്കെ നോക്കിയിരുന്നത്, അതായത് ഇപ്പോൾ ബാബുചേട്ടൻ്റെ ഷർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ബാഗി ജീൻസ് ആണെങ്കിലും വിൻറ്റേജ് റൈഡർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ സ്റ്റൈലിഷ് ലുക്ക് എല്ലാം ഒരുപാട് പേര് ഫോളോ ചെയ്യാൻ നോക്കിയിരുന്നതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കാലത്തേക്ക് എത്തിയല്ലോ, ഇപ്പം ജെൻസീസിനോടൊപ്പം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള സ്റ്റൈലുകൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഒന്ന് നോക്കുന്നത്? ആ സ്റ്റൈൽ ഇപ്പൊ തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഈ കീറിയ പാൻറ്റും കീറിയ ജാക്കറ്റും ഓൾ ദോസ് എല്ലാം ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന്റെ കൂട്ടത്തിലും ഇളകി പോകുന്നതാണ്. ആർദർ ഇപ്പൊ എന്താ പറയുന്നത്? ആർദറിന്റെ ഒപ്പം അച്ഛൻ പിടിച്ച് നിൽക്കുന്നുണ്ടോ? ആർദറിന്റെ ഒപ്പം പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നെക്കാട്ടി പൊക്കമായി, എന്നെക്കാട്ടി ഡ്രസ് സെൻസ് ഉണ്ട്. വളരെ നീറ്റായിട്ട് ഡ്രസ് ചെയ്യുള്ളൂ, വെൽ ഡ്രസ്ഡ് ഓൾവേസ്. എന്നെ പോലെ ഈ ഒരുമാതിരി ഷാബി, ടോട്ടലി ഓപ്പോസിറ്റാണ്. പുള്ളി എപ്പോഴും ഫുള്ളി ബട്ടൺ ഷൂസ്, അതെല്ലാം വളരെ കെയർഫുൾ ആയിട്ടിരുന്ന ആളാണ്. അതായത് അതുപോലെ തന്നെ ഇപ്പം ഏജിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും അച്ഛൻ നമുക്ക് ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്ന ഒരു അച്ഛൻ, ആ ഒരു അച്ഛൻ്റെ മകൾ എന്ന നിലയ്ക്ക് ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, അതിനുശേഷം ഒരു സിനിമ ചെയ്യുന്നു, സ്റ്റോറി എഴുതുന്നു. അപ്പം ഏതൊക്കെ രീതിയിലായിരുന്നു? അതൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നോ?
റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് സ്ക്രിപ്റ്റ് എഴുതുന്നത്. പക്ഷേ എനിക്ക് ലൈക്ക് ഇത്രയും അച്ഛനെ കുറിച്ച് പറഞ്ഞതിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സപ്പോർട്ടീവ് അത് തന്നെയാണ്. എൻ്റെ കോൺഫിഡൻസ് ആണത് വരുന്നത്. കാരണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു സംഭവം അവിടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് റെസ്പോൺസിബിലിറ്റീനെക്കാട്ടിലും എനിക്കത് കോൺഫിഡൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് എമ്പുരാനൊക്കെ ഇറങ്ങിയപ്പം ഉണ്ടാക്കിയൊരു ഓളം വർഷങ്ങൾക്ക് മുന്നേ ചന്ത എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടു. അപ്പോൾ എങ്ങനെയായിരുന്നു ചന്ത അന്ന് ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല, ആൾക്കാർ അടി നടക്കണു, അങ്ങനെയൊക്കെ ആയിരുന്നു ചന്ത ഇറങ്ങിയപ്പോൾ? തിയേറ്റർ എന്തോ ഗ്ലാസ് പൊട്ടിക്കുക. പെരിന്തമണ്ണ KC തിയേറ്ററിൽ പടം റിലീസ് ചെയ്തത് വലിയൊരു തിയേറ്ററാണ്. 7 ഷോയ്ക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടാത്ത ഒരു ഗ്രൂപ്പ് ചെന്നിട്ട് അതിന്റെ ഗ്ലാസ് എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഓണറെ കയറി അടിച്ചു, സൈക്കിൾ ചെയിനൊക്കെ കഴിച്ചിട്ട് ആൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അന്ന് അങ്ങനെയായിരുന്നു. വലിയ വലിയ തിയേറ്ററുകൾ നിറഞ്ഞൊഴുകി. ഇന്ന് ചെറിയ തിയേറ്ററുകളാണ്. അന്നത്തെ തിയേറ്ററിന്റെ വലുപ്പം വളരെ കൂടുതലാണ്. അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ തിയേറ്റർ 50 ദിവസം ഓടിയ പടമാണ് ചന്ത. അതുപോലെ തന്നെ ഈ കലാഭവൻ മണിയും ഫിഷാരിയും ഒക്കെ പറയാറുണ്ടായിരുന്നു, ഈ ടിക്കറ്റ് കിട്ടാതെ മതിലിന് മുകളിൽ കൂടെ ഒക്കെ ചാടി അങ്ങനെയൊക്കെ ഒരുപാട്. അവരൊക്കെ നമ്മുടെ പടങ്ങൾ കണ്ട് വളർന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് മുഴുവൻ. അതുപോലെ തന്നെ ചന്ത ആനിക്കാട്ടം കണ്ടില്ലേ എൻ്റെ പള്ളിക്കത്തോടാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അവിടെ പുള്ളിയെ കാണാൻ പോയപ്പോൾ അവിടുത്തെ അന്നത്തെ തിയേറ്ററിൽ ഭയങ്കര അടിയും ബഹളവും പോലീസുകാരൊക്കെ വന്നൊരു ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചന്തയുടെ പ്രിന്റ് അന്ന് പ്രിന്റാണല്ലോ, ഓൺലൈനിൽ കൂടെ ഇപ്പോഴത്തെ പോലുള്ള പരിപാടിയല്ലല്ലോ. ഈ പ്രിന്റ് ഏതോ ഒരു തിയേറ്ററിൽ കൊടുക്കേണ്ട പ്രിന്റ് അവിടെ നിന്ന് അടിച്ചു മാറ്റി ആനിക്കാട് തിയേറ്ററിലിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അടി നടക്കുകയാണ്. ഞാൻ പോലീസിനെ കണ്ടു. തിയേറ്ററിൽ എന്തിനാ പോലീസ് എന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മിസ്ബിഹേവിയർ എല്ലാം ഉണ്ടായിരിക്കുക, ആൾക്കാരെന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തത്. പക്ഷേ ഇതാ സംഭവം, ഈ പ്രിന്റ് അടിച്ചു മാറ്റിയിട്ട് അവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഒറ്റ തിയേറ്ററുകാർ പോലീസുകാരായിട്ട് വന്നിരിക്കുക ചന്തയുടെ പ്രിന്റ് എടുക്കാൻ. റിയലി നടന്ന സംഭവം. അതുപോലെ തന്നെ ഉപ്പുണ്ടം ബ്രദേഴ്സിനെ കുറിച്ച് സുരേഷ് ബാബുവിൻ്റെ പടം കോട്ടയത്ത് അഭിലാഷിൽ ആനന്ദിലെങ്ങാണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പം പെട്ടി വരാൻ കുറച്ച് താമസിച്ചു. അപ്പം ആ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറം വരെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ പെട്ടി വരുന്നത്. ഈ ഓട്ടോറിക്ഷക്കാർക്ക് അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴത്തേന് ആരാണ്ട് പറഞ്ഞു, എടാ അത് ഉപ്പുണ്ടം ബ്രദേഴ്സിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ആൾക്കാർ ആ പെട്ടി എടുത്തിട്ട് ഓരോരുത്തരുടെ തോള് വഴി തിയേറ്ററിൽ എത്തിച്ചു. അന്നൊക്കെ ഉണ്ടായ ഒരു ഓളം പിന്നെയാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മൾ അറിയുന്ന വെച്ചാൽ ജാട നിന്നേനെ. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഓരോരുത്തർ ഓരോ കഥകൾ പറയുമ്പോഴാണ്, മീഡിയയിൽ എഴുതുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. അത് നമ്മളെ ഇത് തന്നെ ഭരണകൂടം റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പെട്ടി മദ്രാസ് കൊണ്ടുവരാം ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് പടത്തിന്റെ പെട്ടി ഞങ്ങൾ ട്രെയിനിൽ തന്നെ ഇവിടെ വന്നിറങ്ങി. ഞാനുണ്ട്, ആൽവിനാണ്ടി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിറങ്ങി. അപ്പം ഞാൻ എന്റെ പടം റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം തിയേറ്ററിലേക്ക് പോയി എനിക്കൊരു മടിയാണ്. അപ്പൊ ആന്റി എന്നെ പിടിച്ചു നിർബന്ധമായിട്ടും കാറ് കയറ്റി ഞങ്ങളിങ്ങനെ വരിക MG റോഡിൽ ഒരു കവിതയിലേക്ക് വരിക. അപ്പൊ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോ MG റോഡ് മുഴുവൻ ബ്ലോക്ക്. അപ്പം വെറുതെ തമാശക്ക് പറയാം ഭരണകൂടം കാണാൻ വന്ന ആളുകളായിരിക്കും. പക്ഷെ റിയലി അത് ആ ഏരിയ മുഴുവൻ ബ്ലോക്ക്. അല്ല നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ല. ബാബുണ്ണിയുടെ ഒരു ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ തോക്കുവരി നിൽക്കുന്ന ഒരു പോസ്റ്റർ. ആ കവിതയുടെ കോമ്പൗണ്ട് MG റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു. സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ പടം. അന്ന് ഒരു ട്രെൻഡായിരുന്നു അത്. നമ്മളിപ്പോ തമാശ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ലിസ്റ്റിലൊക്കെ ഇവർ രണ്ടുപേരും എപ്പോഴും വരാറുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ. എന്നും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, അതായത് അശോകൻ ചേട്ടനും ശോഭന ചേച്ചിയുടെ ഒരു സീന്, ബസ്സിൽ ശോഭന ചേച്ചി ഇരിക്കുന്ന അശോകൻ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നു. അതിന് പല പാട്ടുകൾ ഇട്ടാണ് ഓരോ ദിവസവും ഒരുപാട് പാട്ടുകൾ മാറി ഇടുന്നുണ്ടായിരുന്നു. സത്യത്തിൽ പാട്ടുകൾ സിനിമയാണത്. അശോകന്റെ നോട്ടം എപ്പോഴും പ്രശ്നമാണ്. നമ്മുടെ നോട്ടം എപ്പോഴും പ്രശ്നമാണ്. ആ നോട്ടത്തിലാണ് എല്ലാം. ആ നോട്ടം, ആ പാട്ടും, ആ ബീജിയം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അപ്പം അത് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു അശോകൻ ചേട്ടാ? ആ ഒരു പ്രണയം, ആ ഫീലോട് കൂടി നോക്കിയതായിരുന്നു? തീർച്ചയായിട്ടും പ്രണയത്തിൽ നോക്കിയതാണ്. പിന്നെ ഇന്നും ഞാൻ അങ്ങനെ നോക്കും. ഇല്ല, അതാണ് ആർട്ടിസ്റ്റ്. അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. അത് ഞങ്ങൾക്കിപ്പോ ഇതിനകത്ത് അതിനെ കുഞ്ചു വർഗീസിനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ കഥാപാത്രത്തെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് അശോകൻ. അത് ആർട്ടിസ്റ്റിനെ എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, വാട്സാപ്പിൽ സ്റ്റിക്കറുകളിൽ എന്നും നമ്മൾ അയക്കുന്ന സ്റ്റിക്കേഴ്സ്, അശോകൻ ചേട്ടന്റെ ഒരു സ്റ്റിക്കർ പോലും അയക്കാത്തൊരു ദിവസം എനിക്കില്ല. അങ്ങനെ സ്റ്റിക്കറുകളും ചുണ്ട് കടിക്കുന്ന ഒരു സീനും അല്ലെങ്കിൽ അമരത്തിനകത്തെ നോട്ടവും അതൊക്കെ ഭയങ്കര നമ്മളൊക്കെ നമ്മുടെ മനസ്സിലുള്ള. ഇപ്പോഴും ഞാൻ പറഞ്ഞോട്ടല്ലോ കേട്ടോ. 17 വയസ്സിലെ സ്റ്റിക്കറിൽ മാത്രമല്ല, അല്ല 17 വയസ്സിൽ
ആ പടത്തിന്റെ പേര് പെരുവഴിയമ്പലം. പെരുവഴിയമ്പലം. അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതുപോലെ അത് നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ 17 വയസ്സിൽ പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചു വന്നതല്ല. പുള്ളി ഇപ്പോൾ ഒരു കൊച്ചു പട്ടണത്തിൽ വളർന്നു വന്ന ഒരാളാണ്. വലിയ ഇന്റർനാഷണൽ സിനിമയൊന്നും കണ്ടു വളർന്ന ആളല്ല. പക്ഷെ ആ കഥാപാത്രത്തിനെ മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിസ്റ്റിന്റെ ഒരു സംഭവം. ഇനി എല്ലാ സിനിമകൾക്കും ബാബുച്ചേട്ടനെ കൂടെ കൊണ്ടുപോകട്ടോ, നന്നായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇതൊരു പാക്കേജ് പെരുവഴി അമ്പലത്തിൽ പത്മരാജൻ സാറ് അശോകേട്ടനെ കൊണ്ടുവരുന്നു. ആ ഒരു സിനിമയിലെ ദേശീയ അവാർഡ് ജസ്റ്റ് മിസ്സായ ഒരാളാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു. പ്രായത്തിന്റെ പേരിലാണ്. അത് ബാലമുടനുള്ള യുവാവല്ല, അങ്ങനെ ഒരു ഏജിൽ വന്നുകൊണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ എന്നൊക്കെ പറയും ഇത് എത്ര വയസ്സാ 15 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നപ്പോൾ ആരെങ്കിലും അവിടെ പറയുമായിരിക്കാം. അത് കേട്ട് അതെങ്ങനെയാകാം. 18 വയസ്സ് കഴിയണമല്ലോ മെച്ചൂർഡാവണൊക്കെ. ബാലതാരത്തിന് ആ ബാലമാണ്. അപ്പോൾ ബാലം അല്ല അന്ന് എനിക്ക് 15 ദിവസം ഉണ്ടോ? ഇല്ല 14 ദിവസം അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ മിസ്സായതാണ്. എനിക്ക് പിന്നെ ഈ ടെൻഷനില്ല. ഒരു പഞ്ചായത്ത് അവാർഡ് പോലും നമുക്കാരും തന്നിട്ടില്ല. അതിനെക്കുറിച്ച് അല്ല, അപ്പൊ ശരിക്കും ഇല്ലേ, അന്ന് ആ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കുള്ള അവാർഡായിരുന്നു, യുവാവിനുള്ള ദേശീയ അവാർഡാണ്. ആ ഒരു കാറ്റഗറിയിലേക്കായിരുന്നു അശോകേട്ടൻ എത്തിയത്. പിന്നെ പക്ഷേ ആ ഏജിലൊക്കെ വല്ലതും കിട്ടിയുണ്ട്. ഇപ്പം മോനിഷയ്ക്ക് കിട്ടിയല്ലോ. മോനിഷയ്ക്ക് 17 ആ വയസ്സ് അത്രയല്ലോ ഉള്ളൂ മോനിഷ. ആ വാണിയും കുഞ്ചു എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് എപ്പോഴും മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതിലെ പെരുവഴിയമ്പലത്തിലെ കഥാപാത്രം ഒരു കാലത്ത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. വാണിയൻ രാമന്റെ മകൻ അതുപോലെ പ്രണാമത്തിലെയും അതുപോലെ തന്നെ വൈശാലിയിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ ഭരതേട്ടനോട് പറഞ്ഞു. അശോകന്റെ ക്യാരക്ടർ എനിക്ക് തന്നാൽ മതി. അത് പോടാ, അത് നീ രാജാവിന്റെ കാര്യം നീ ചെയ്താൽ മതി. രാജാവിന്റെ പേരും ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. സെൻട്രൽ ക്യാരക്ടറാണ്. അത് എത്ര വയസ്സുള്ളപ്പോഴാണ് ബാബുച്ചേട്ട ചെയ്തത്? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ്, ഒരു 23-24 ആണ്. ചോദിക്കാനുള്ള കാരണം എന്താണോ, അന്നത്തെ ഡയലോഗുകളൊക്കെ ഭയങ്കര ലെങ്തിയും ഒരുപാട് നീളമുള്ള ഡയലോഗുകളൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സംഭവമാണ്. നമ്മളെ ബാബു അതിനകത്തെ അതിന്റെ ഷൂട്ടിംഗ് മൈസൂരിൽ നമ്മൾ കാറിൽ പോകുന്നുണ്ടോ? ബാബുവിന്റെ വണ്ടിയിൽ ബാബു ഒരു പുതിയ അന്നത്തെ ഒരു പച്ച മാരുതി 800 എടുത്ത് കണ്ടല്ലേ? അന്ന് ഭയങ്കര സംഭവം അതൊക്കെ. ഞങ്ങള് പോയിട്ട് ഒരു സിനിമ കണ്ടു ബാംഗ്ലൂർ വരും, മിഷൻ റോബർട്ട് ഡി നീറോയുടെ കൂടെ. ഞങ്ങൾ എന്നോട് പോയി കണ്ടിട്ട് തിരിച്ചു പോയി. ഷൂട്ടിങ്ങിനിടയ്ക്ക് മൈസൂരിന് കുറെ കിലോമീറ്റർ പോകണം. അപ്പൊ ഞാനും ബാബു കൂടെ പോകുന്നത്. ബാബുവിന്റെ വണ്ടിയാണ്. അതുപോലെ അരുൺ, നമ്മളിപ്പോ സംസാരിച്ചപ്പോൾ നമ്മൾ ഇവരുടെ സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ കേക്ക് സ്റ്റോറിയിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെ തോന്നിയത്? അതെ, ഞാൻ ചെറുപ്പം മുതൽ അഭിനയിക്കുന്ന ഞാൻ ഇവർ രണ്ടുപേരുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഭയങ്കര ഒരു ഞാനും ചേട്ടനുമാണ് ത്രൂ ഔട്ടുള്ളത്. നമ്മൾ ഒരുമിച്ചാണ് എല്ലാ കുറേ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഒരുമിച്ചാണ്. പിന്നെ ബാബു ചേട്ടൻ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാനിനി അത് പറയില്ല. അതല്ല, ഞാൻ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലത്തെ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ബാബു ചേട്ടനൊക്കെ. അപ്പം ചേട്ടൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, ഇത്രയും ഹൈറ്റും നമുക്കറിയാം. പേടിയാ മുഖത്തുണ്ട്. ഞാൻ ഇത് പറയുന്നു, ആ പേടി അങ്ങനെ തന്നെ നിൽക്കട്ടെ. വേദ ഈ കഥ എഴുതിയ സമയത്ത് തന്നെ ഇവരെയൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ? എഴുതിയ സമയത്ത് ആർട്ടിസ്റ്റ് മൈൻഡിലില്ലായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആര് വേണം എന്നുള്ളത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം കുഞ്ചു വർഗീസ് എന്ന് പറയുമ്പോൾ അശോകൻ ചേട്ടനും, രഘുറാം എന്ന് പറയുമ്പോൾ ഇതാ ബാബു ചേട്ടനുമാണ് മൈൻഡിലുള്ളത്. വേറെ പോസ്റ്റർ നോക്കുമ്പോൾ അശോകൻ ചേട്ടൻ വളരെ വെറൈറ്റി ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക പൂക്കളുള്ള ഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതെ, ആ ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടർ ഒരു ഏജ് ബേസ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. എത്ര ഏജ് ഉണ്ടോ അതിനെക്കാട്ടിലും വളരെ യങ് ആയി, ഞങ്ങളെക്കാട്ടിലൊക്കെ യങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പോലും തളർന്നു പോകുന്ന സിറ്റുവേഷനിൽ ഭയങ്കര കൂളായി നിന്നുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഒന്ന് വൃത്തിയായി കണ്ടപ്പോ അല്ലേ? ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ക്യാരക്ടർ തോമസ് ഊട്ടി വിട്ടോളാം. തോമസ് ഊട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ മൈൻഡിൽ ഇങ്ങനെ, അത് എനിക്ക് തോന്നുന്നു എപ്പോൾ TV വന്നാലും അല്ലെങ്കിൽ റീൽസിലാണെങ്കിലും അതിൻ്റെ ഡയലോഗ്സ് ത്രൂ ഔട്ട് ഓർത്ത് വെക്കുന്നതാണ് ആ സിനിമ മുഴുവനും. അപ്പം ഇനിയൊരു ഇൻ ഹരിഹർ നഗർ 4 ഉടനെ ഉണ്ടാവുമോ? അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഇപ്പോൾ ആസിറ്റീസ് അങ്ങനെ ഒരു പ്ലാനുകളൊന്നുമില്ല. ഏതൊക്കെ അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു. 4നെ കൊള്ളാം. അത് ഇനിയിപ്പോൾ 4 എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. ഈ 3നും അതിലും മേലെ നിൽക്കണം 4 എടുക്കുവാണെങ്കിൽ.
അവർ വിചാരിച്ചാൽ അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ 2 ഹരിഹർ നാരായണൻ എടുത്തത് 18 വർഷത്തിന് ശേഷമാണ് ഹരിഹർ നാരായണ ശേഷം. അതുപോലെ ഒരു ത്രെഡ് അതിനകത്ത് കണ്ടു ലാല്. അപ്പോൾ അത് കറക്റ്റായിരുന്നു ആ സാധനം. തോമസ് കുട്ടിയുടെ ഇങ്ങനെ അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അയാളുടെ ചില നിസ്സഹായനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരാൾ വില്ലനായി പോവുക. ആ ബാങ്കിലെ ലോക്കർ സംഭവങ്ങളൊക്കെ വിളിച്ച് അങ്ങനെയാണല്ലോ അയാളുടെ നിവൃത്തികളോട് ചെയ്തു പോകുന്നതായിട്ടാണ്. ആ ത്രെഡാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനിയും ചെയ്യുമ്പോൾ അതിന് മേലിൽ വരണം. വേറൊരു സംഭവം അതുപോലെ വന്നാലേ എടുത്തുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഈ അരുണിലേക്ക് നോക്കുമ്പോഴത്തേനും എനിക്ക് ഒളിമ്പ്യൻ അന്തോണിയാദാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോഴും കുട്ടിയായ അരുണിനാണ്. ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ തന്നെ അല്ലെങ്കിൽ ബാല്യകാലത്തിൽ തന്നെ സിനിമയിലേക്ക് വരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെ വീട്ടിലോ എനിക്കറിയാവുന്ന ആൾക്കാരൊന്നും ആ സമയത്ത് സിനിമയുമായി യാതൊരു ബന്ധമില്ല. ഞാൻ സ്കേറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ ആ ക്യാരക്ടറിലേക്ക് ഭദ്രൻ സാറെ വിളിച്ചതും എന്നെ കാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അവിടെ വരിക, സാർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ആ കാലഘട്ടത്തിലെ കുറേ സിനിമകളിൽ ഞാൻ അഭിനയിക്കുകയും മിക്കവാറും എല്ലാവരുടെ ചെറുപ്പകാലം ക്യാരക്ടേഴ്സ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സമയത്ത് ഒരു കോളേജൊക്കെ എത്തിയ സമയത്താണ് ഇതിനെ കുറച്ചും കൂടെ മനസ്സിലാക്കുകയും ഇതിൻ്റെ കുറച്ച് സീരിയസ്നെസ് ചിന്തിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഈ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ആൾക്കാരെ പഠിച്ചു തുടങ്ങിയതൊക്കെ ആ സമയത്താണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെയായിരുന്നു. ഈ കേക്ക് സ്റ്റോറിയിൽ ശരിക്കും പറയാം അത് പഴയുള്ള ഒരു ഇമേജ് മാറ്റി മറിക്കുന്ന പടമാണ് അരുണിന്റെ ക്യാരക്ടർ. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ചേഞ്ച് ഉണ്ടല്ലേ? ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും. ബാബുചേട്ടൻ എങ്ങനെയൊക്കെയാണ്? ഫൈറ്റ് ഉണ്ടോ? ഈ കേക്കിലെ മുന്തിരിയൊക്കെ പോലെ കേക്ക് സ്റ്റോറിക്കകത്ത് നമുക്ക് ബാബുചേട്ടന്റെ ഫൈറ്റ് കാണാമോ? ബാബുവിന്റെ ഡിഫറെന്റ് ആയിട്ട് വേഷമാണ്. സഭ്യമായ ഒരു നെഗറ്റീവ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ബാബുവിനെ പറയൂ, ഡബിങ് കഴിഞ്ഞ് പറയൂ. ഞാൻ പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി പോയി ഒരു അടി കൊടുക്കാന്ന്. ബാബുവിന്റെ ക്യാരക്ടറിന് അടി കൊടുക്കാൻ തോന്നിയിരുന്നു. ആ ക്യാരക്ടർ അങ്ങനെയാണ് വേദ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ പൂഴിവാസലിലൊക്കെ പടത്തിലെ ആൾക്കാർ പറയുന്നത് പിന്നെ ചൂടുകൊണ്ട് അടിക്കണമെന്ന്. പൂഴിവാസലിലെ പൂവിന് പുതി പോകുന്നില്ല കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അങ്ങനെ 1-2 കഥ പറഞ്ഞു. നാടോടിയിലെ കഥാപാത്രം കണ്ടപ്പോൾ ഒരു ഒരെണ്ണം കൊടുക്കണമെന്ന് തോന്നി എനിക്ക് തന്നെ. അങ്ങനെ ഒരു ചില സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു വേറെ വ്യത്യസ്ത വഴി. റിയൽ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ അടിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? കോളേജ് പഠിച്ച സമയത്ത് കോളേജ് വാറുകൾ നടന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് കൊടുത്തു, കിട്ടിയിട്ടില്ല. ബാബുചേട്ടന്റെ ഫൈറ്റ് കാണുന്ന സമയത്തല്ലേ, ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സൗണ്ട് ഉണ്ട്. ശരിക്കും നമ്മളിപ്പോ ഒരാളെ അടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ സൗണ്ട് വരുമോ? അത് ആക്ച്വലി മാർഷൽ ആർട്സിനകത്ത് കിയായ് എന്ന് പറഞ്ഞ സാധനം. കിയ. അപ്പൊ അതാണ് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തെന്നുള്ളത്. നമ്മൾ ഹിയ എന്ന് പറയുമ്പോൾ ഒരു പഞ്ച് ചെയ്തിട്ട് നമ്മൾ ഹിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് ഈ ബോഡി സ്റ്റിഫാവും. അപ്പം പെട്ടെന്ന് ആ സമയത്ത് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു പഞ്ചോ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിന് ഏക്കത്തില്ല, ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ ഇങ്ങനെ കല്ല് പോലെയാണ്. അപ്പോൾ ഒരു ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ് സേഫ് ആവും. അതിൻ്റെ ഒരു മാർഷൽ ആർട്സിൻ്റെ ഒരു ടെക്നിക്കാണത്. പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പവറും കൂടും. അത് നമ്മളൊന്ന് വേറെ രീതിയിലാക്കി. ഞങ്ങൾ ഗാന്ധാരി സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ആദ്യം ഉപയോഗിച്ച് ഒരു മതിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, താഴെ വീണുകൊണ്ട് ഈ ഒരു ശബ്ദത്തോട് കൂടിയാണ്. മലേഷ്യ ഭാസ്കറാണ് അതിന്റെ ഫൈറ്റ് മാസ്റ്റർ. ഞങ്ങളാകാം പിന്നെ ത്രൂട്ട് ഇത് ജയിക്കില്ലേ. മലേഷ്യ ഭാസ്കർ പേടി ചൂടിക്കളഞ്ഞു. രാത്രി ഞങ്ങൾ എടുത്തോണ്ടിരിക്കുക, ഉറക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. മതിൽ നിന്ന് ഇങ്ങനെ ചാടി വീണി ശബ്ദം, എല്ലാരും ഉറക്കൊക്കെ പോയി. പെട്ടെന്ന് ഈ ഒരു ഒച്ചയൊക്കെ വെച്ച് ബാബുചേട്ടൻ വരുന്നല്ലേ. പിന്നെ മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തി. എന്തെങ്കിലും നിങ്ങളുടെ ഓൺ ഏതെങ്കിലും ഒരു കേക്ക് റെസിപ്പി ഉണ്ടോ ഈ ഒരു സിനിമയില്? ഉണ്ടല്ലോ, ചേന കേക്ക്. ചേന കൊണ്ട് കേക്ക് ഉണ്ടാക്കി. അത് ഉണ്ടാക്കി സക്സസ് ആയിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പല കേക്കിന്റെ റെസിപ്പികളും കിട്ടുന്നതാണ്. അപ്പൊ എന്താണ്, നമുക്ക് ഏപ്രിൽ 19-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പം കേക്കിന്റെ റെസിപ്പി കാണാനും കേക്കിന്റെ ഈ ഒരു എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ കേക്കിൽ മുന്തിരിയും ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ളതുപോലെ പല കാര്യങ്ങൾ ഇതിൽ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പാട്ട്, കാരണം അശോകൻ ചേട്ടൻ നന്നായിട്ട് പാടും, ബാബുചേട്ടൻ പാടും, അപ്പൊ എല്ലാവർക്കും കൂടി ഏതെങ്കിലും ഒരു പാട്ട്. തളിരും മെഴിപൂട്ടി ദൂരെ ശ്യാമാംബരത്തിൻ നിറമായി കേകയായി കേഴുമ്പോൾ
കേൾപ്പൂ ഞാൻ നിൻ സ്വനം. രാഗവും താളമൊന്നും നോക്കരുത്. ഒന്നൊരു കുഴപ്പമില്ല. എന്തായാലും ഏപ്രിൽ 19 കേക്ക് സ്റ്റോറി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. താങ്ക് യു സോ താങ്ക് യു മച്ച്. താങ്ക് യു. താങ്ക് യു.